കണ്ണൂർ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. യു.ഡി.എഫിലെ പി. ഇന്ദിര മേയറും കെ.പി. താഹിർ ഡെപ്യൂട്ടി മേയറുമാകും. എൽ.ഡി.എഫും ബി.ജെ.പിയും 2 സ്ഥാനത്തേക്കും മത്സരിക്കും. സസ്പെൻസ് ഒന്നുമില്ലാതെ തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ പുതിയ മേയർ വെള്ളിയാഴ്ച ചുമതലയേൽക്കും. കോൺഗ്രസിലെ അഡ്വക്കേറ്റ് പി. ഇന്ദിരയാണ് മേയറാവുക. ഡെപ്യൂട്ടി മേയർ മുസ്ലിം ലീഗിലെ കെ.പി. താഹിറും. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ് നടക്കുക. മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും വെള്ളിയാഴ്ച നടക്കും. മേയർ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30-ക്കുമാണ് നടക്കുക. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എൽ.ഡി.എഫും ബി.ജെ.പിയും തീരുമാനിച്ചിട്ടുണ്ട്. വി.കെ. പ്രകാശിനിയാകും എൽ.ഡി.എഫിന്റെ മേയർ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാലിനെ ബി.ജെ.പിയും മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കും. തുളിച്ചേരിയിൽ നിന്നും വിജയിച്ച ബി.ജെ.പിയിലെ മജേഷ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും മത്സരിക്കും. കോർപ്പറേഷനിൽ യു.ഡി.എഫിന് മികച്ച ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് മത്സരം വെറും സാങ്കേതികം മാത്രമാകും. 56-അംഗ കൗൺസിലിൽ 36 അംഗങ്ങളുടെ പിന്തുണയാണ് യു.ഡി.എഫിനുള്ളത്. എൽ.ഡി.എഫിന് 15-ഉം ബി.ജെ.പിക്ക് 4-ഉം എസ്.ഡി.പി.ഐക്ക് 1 അംഗവുമാണ് കോർപ്പറേഷനിൽ ഉള്ളത്. കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് കോർ കമ്മിറ്റി ചേർന്ന് അഡ്വക്കേറ്റ് പി. ഇന്ദിരയെ മേയറാക്കാൻ തീരുമാനിച്ചിരുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിലിനെ മേയറാക്കാൻ ചില കരുനീക്കങ്ങൾ നടന്നുവെങ്കിലും അത് വിജയിച്ചില്ല. കോർ കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും അഡ്വക്കേറ്റ് പി. ഇന്ദിരയെ പിന്തുണക്കുകയായിരുന്നു. ഉന്നതതല നീക്കങ്ങൾ ഉണ്ടായിട്ടും ഇന്ദിരയ്ക്ക് തുണയായതും കണ്ണൂരിലെ നേതാക്കളുടെ ഉറച്ച പിന്തുണയാണ്. വാരൻ ഡിവിഷനിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച കെ.പി. താഹിർ അല്ലാതെ മുസ്ലിം ലീഗിന് മുന്നിൽ മറ്റൊരു പേരും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് കെ.പി. താഹിർ. ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ശനിയാഴ്ചയാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.